ഹായ്, ദിസ് ഈസ് മീ കസാഖ് ബെഞ്ചാലി. നമ്മുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് കൂട്ടുക എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ്. സെയിൽസാണ് എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷെ സെയിൽസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെയിൽസ് കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ബിസിനസ്സിന് 2024 അല്ലെങ്കിൽ 2025 നമ്മുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള 4 പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ചും ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരാണ്, ഒരു 20 കോടിയോ 30 കോടിയുടെ ഒക്കെ താഴെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ യുവർ സെയിൽസ് ടാർഗറ്റ്. പല ബിസിനസ്സുകാരോടും അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഈ മന്തിലെ ടാർഗറ്റ് എന്താണ്? അവർക്കൊരു എയിം ഉണ്ടാകും, ഡ്രീം ഉണ്ടാകും, പക്ഷേ മന്ത്ലി ടാർഗറ്റിൻ്റെ ഒരു ഏകദേശ ധാരണയുണ്ടാവും. എന്നാൽ ഡെയിലി ടാർഗറ്റ് എത്രയാണ്, അവരുടെ വീക്ക്ലി ടാർഗറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ക്ലാരിറ്റി ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ആ രീതിയിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോക്കസും ഉണ്ടാവില്ല. പലപ്പോഴും പല ബിസിനസ്സുകാരും ഏകദേശം കഴിഞ്ഞ മാസം നമ്മളൊരു 10 ലക്ഷം ചെയ്തു, സോ ഈ മാസം ഒരു 10 ചെയ്യണം, അടുത്ത മാസം ഒരു 10 ചെയ്യണം. ഫ്ലോ ബേസ്ഡ് ടാർഗറ്റാണ് പല ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരും ചെയ്യാറുള്ളത്. അതായത് തങ്ങളുടെ ബിസിനസ് സ്വാഭാവികമായി രൂപപ്പെട്ട ഫ്ലോ ബേസ് ചെയ്തുകൊണ്ടുള്ള ടാർഗറ്റ് സ്വന്തം ബിസിനസ്സിന് സെറ്റ് ചെയ്യുക എന്നതാണ് പലരും ഫോളോ ചെയ്യുന്നത്. എന്നാൽ ചെറുകിട ഇടത്തരം ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലോ ബേസ് ചെയ്തിട്ടല്ല, മാർക്കറ്റിൻ്റെ ഫ്ലോയും ബിസിനസ്സിൻ്റെ ഫ്ലോ ബേസ് ചെയ്തിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് ആക്കേണ്ടത്. മാർക്കറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്ന ഡിഫറൻസ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യും. അതിലൂടെ ആ ടാർഗറ്റിന് വേണ്ടി ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ സെയിലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം മാർക്കറ്റ്, കോമ്പറ്റീറ്റർ, യുണീക്ക് അഡ്വാൻറ്റേജ്, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻസിയേഷന് ഇതെല്ലാം മനസ്സിലാക്കി അതിനും അപ്പുറത്തേക്കുള്ള ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുകയും അതിലേക്ക് നിങ്ങളുടെയും നിങ്ങളുടെ ടീമിൻ്റെയും ഊർജത്തെ ഫോക്കസ് ചെയ്യിപ്പിക്കണം. കാരണം സക്സസ്ഫുള്ളായ ഏതൊരു ബിസിനസ്സും അവർക്ക് അച്ചീവ് ചെയ്യുമെന്നവർ വിശ്വസിക്കുന്നതിനേക്കാളും 20% കൂടുതൽ അവർ എയിം ചെയ്യുകയും അതിൽ ഫോക്കസ് ചെയ്യുകയും അവരുടെ എല്ലാ ഊർജവും റിസോഴ്സും എല്ലാം അതിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സക്സസിൻ്റെ അടിസ്ഥാനം. സോ ഏറ്റവും പ്രധാനമാണ് നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫ്ലോ ബേസ്ഡ് അല്ല പോകേണ്ടത്, മാർക്കറ്റ് ഫ്ലോ അല്ല. ബിസിനസ്സിൻ്റെ ടാർഗറ്റ് ഒരിക്കലും ഒരു സ്വാഭാവികമായൊരു ഫ്ലോയിൽ നിന്ന് ഉണ്ടാവേണ്ടതല്ല, നമ്മൾ ഡിസൈഡ് ചെയ്തുണ്ടാക്കേണ്ടതാണ്. നമ്പർ 2, സെയിൽസ് കൂട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സെയിൽസ് കൂട്ടുന്നതിൽ പലപ്പോഴും ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ബിസിനസ്സുകാരോടും അവരുടെ സർവീസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ടീം അവരടക്കം പറയുന്നൊരു കാര്യമുണ്ട്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾക്ക് ഇതാ 18 വർഷത്തിലുണ്ട്, ഞങ്ങൾക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ടെക്നിക്കലി ഇന്നതാണ് ചെയ്യുന്നത്, ഈ സ്പെസിഫിക്കേഷനാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു സെയിൽസ് ടീം ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ബിസിനസ് ഓണേഴ്സും സെയിൽസ് ടീമും നിങ്ങളുടെ ബിസിനസ്സോ പ്രോഡക്റ്റ് വിൽക്കുന്നിടത്ത് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെയോ നിങ്ങളുടെ സർവീസിൻ്റെയോ മാർക്കറ്റിലോ കസ്റ്റമേഴ്സിനോ ഉണ്ടാക്കാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണ്, ആ ബെനിഫിറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പരിശീലിപ്പിക്കണം. പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, ടെക്നിക്കൽ ആസ്പെക്ട്സ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, വേണ്ടെന്നല്ല. ബട്ട് കസ്റ്റമർ എപ്പോഴും നോക്കുന്നത് വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ. നിങ്ങൾക്ക് 18 വർഷത്തെ പരിചയമുണ്ട്, വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ, സോ വാട്ട്, അതിന് എനിക്കെന്താ? നിങ്ങൾ ഇന്ന ഇരുമ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, ഇന്ന ടെക്നിക്കൽ ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, സോ വാട്ട്, അതിന് എനിക്കെന്താ? അതല്ല ഒരു കസ്റ്റമറുടെ പെർസ്പെക്റ്റീവിൽ അയാളെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ബെനിഫിറ്റ് എന്താണ്. ഒരു കാറ് വാങ്ങുന്നതിൽ അയാൾ ഇമോഷണലി ബെനിഫിറ്റ് എന്ന് ഇതിൻ്റെ എൻജിൻ എഫിഷ്യൻസി അല്ലെങ്കിൽ ടോർക്ക് പവർ, അതുപോലെ തന്നെ HP, ഇങ്ങനെയുള്ള ഹോഴ്സ് പവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അയാൾ ഈ കാറും കൊണ്ട് അയാളുടെ വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് എത്തുമ്പോൾ അയാൾക്ക് റെസ്പെക്റ്റ് കിട്ടുമോ? അയാൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവ് ഈ കാറ് പ്രൊവൈഡ് ചെയ്യുമോ? ലോങ് ലാസ്റ്റിങ്ങിലൂടെ മെയിൻ്റനൻസ് കുറഞ്ഞിട്ടുള്ള ഒരു ടെൻഷൻ ഫ്രീ എൻവയോൺമെൻറ്റ് ഈ കാർ അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമോ? ദിസ് ഈസ് ഓൾ അബൌട്ട്, ഇതാണ് ഒരു കസ്റ്റമർ തിരയുന്നത്. സോ നിങ്ങളും നിങ്ങളുടെ സെയിൽസ് ടീമും നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ബെനിഫിറ്റിനെ കുറിച്ച് നന്നായിട്ട് കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ പ്രാപ്തനാക്കുക. അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടതും കസ്റ്റമറോട് സംസാരിക്കാൻ പഠിപ്പിക്കേണ്ടതും ഫോക്കസ് ബെനിഫിറ്റ് ആയിരിക്കണം. സോ നമ്പർ 2 ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബെനിഫിറ്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടെന്ന്. അപ്പോൾ നമ്പർ 2 സ്ട്രാറ്റജി, നോ യുവർ ബെനിഫിറ്റ്. നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും അൾട്ടിമേറ്റ് ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങളും നിങ്ങളുടെ ടീമും അറിഞ്ഞിരിക്കുക. ആൻഡ് നമ്പർ 3, നോ യുവർ സെയിൽസ്
പ്ലാറ്റ്ഫോംസ് ഓർ ചാനൽസ്. നോ യുവർ സെയിൽസ് പ്ലാറ്റ്ഫോം. ഇന്ന് എവിടെയുള്ള പ്രോഡക്റ്റും ഏതൊരു പ്രോഡക്റ്റും എവിടെയുള്ള കസ്റ്റമേഴ്സിനും എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, അവർ ഡ്രസ് മാനുഫാക്ചറാണ്. അവർ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ആളുകളുടെ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് ഡ്രസ്സ് മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റാണ് അവർ റൺ ചെയ്യുന്നത്. ബട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 10-50 രാജ്യങ്ങളിൽ ക്ലയൻസ് ഉണ്ട്. US-ലുണ്ട്, കാനഡയിലുണ്ട്, യൂറോപ്പിലുണ്ട്, അതുപോലെ തന്നെ ബാക്കി ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ അവർക്ക് ക്ലയൻറ്റ് ഉണ്ട്. അവർ എങ്ങനെയാണ് വിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ഒരു ഓഫ്ലൈൻ സ്റ്റോറാണ് തുടങ്ങിയത്. ബട്ട് ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് കടന്ന് അവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെഷർമെൻറ്റിന് ഒരു പാറ്റേൺ സെറ്റ് ചെയ്തു, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു. ആ കമ്മ്യൂണിറ്റിയിലൂടെ എൻക്വയറി സ്വീകരിക്കുന്നു. ഇൻസ്റ്റഗ്രാമാണ് അവരുടെ സെല്ലിംഗ് മോഡൽ പ്രധാനമായിട്ടും. എന്നിട്ട് കസ്റ്റമേഴ്സിന് അവരുടെ ഓർഡർ അനുസരിച്ച് ഡെലിവറി പാർട്ട്ണറെ കണ്ടെത്തിയിട്ട് എല്ലായിടത്തേക്കും വിൽക്കുന്നു. ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഒരു സാധാരണ ഒരു കുഗ്രാമത്തിലുള്ള ഒരു യൂണിറ്റിൽ നിന്ന് 40-50 രാജ്യങ്ങളിലേക്ക് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺവെൻഷണൽ തോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ എനിക്ക് ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഇറക്കാം, എനിക്ക് എൻ്റെ അടുത്ത് വരാൻ കഴിയാത്ത കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കാം, ചിന്തിക്കുക. ആ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അപാരമായ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കാലമാണത്, എക്സ്പാൻഡഡ് ആയ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നിങ്ങളുടെ മാർക്കറ്റ്, നിങ്ങളുടെ പ്രൊഡക്റ്റൊക്കെ ഡിജിറ്റലായിട്ടും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഈസി ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഈസി ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ്? നിങ്ങളുടെ പ്രൊഡക്റ്റാണ് വിൽക്കുന്നത്, ദറ്റ് ഡസൻറ്റ് മാറ്റർ. നമുക്ക് എവിടേക്കും ഏത് പ്രോഡക്റ്റും വിൽക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എവിടേക്കാണ് വിൽക്കുക? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട് അതിലൂടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട് അതിലൂടെ ട്രാഫിക് എത്തിച്ചിട്ട് വിൽക്കണം, അങ്ങനെ വിൽക്കാം. അല്ലെങ്കിൽ നിലവിലുള്ള പ്ലാറ്റ്ഫോമായ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ കസ്റ്റമേഴ്സിന് എത്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ സോഷ്യൽ മീഡിയ ആഡ് റൺ ചെയ്തിട്ട്, പലപ്പോഴും നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്, ആഡ് റൺ ചെയ്തിട്ട് പ്രോഡക്റ്റ് വിൽക്കാനുള്ള അവസരമുണ്ട്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, നല്ല ഇൻഫ്ലുവൻസുള്ള ആളുകളെ കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലൂടെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കാൻ, സോഷ്യൽ മീഡിയയിലുള്ള കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് ആ കമ്മ്യൂണിറ്റി ത്രൂ വിൽക്കാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ബിൽഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ബിൽഡിംഗ്, നിങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് ഓഫ്ലൈനായിട്ട് പ്രോഡക്റ്റ് എത്തിക്കാനുള്ള അവസരമുണ്ട്. സോ നിങ്ങളുടെ ബിസിനസ് ലോകത്തിൻ്റെ എവിടെയും എത്തിക്കാനുള്ള അവസരങ്ങളുണ്ട്. അത് എവിടെയാണെന്ന് മനസ്സിലാക്കി മാറി വരുന്ന ട്രെൻഡിനനുസരിച്ച് അനലൈസ് ചെയ്തുകൊണ്ട് അവിടെയൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ എത്തിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കൺവെൻഷണൽ ടാർഗറ്റിൽ കുരുങ്ങി കിടക്കേണ്ട കാര്യമില്ല. ബട്ട് ഇതൊന്നും നമ്മുടെ മൈൻഡ് ഓപ്പൺ ആക്കിയില്ലെങ്കിൽ, നമുക്കൊരു വലിയ ടാർഗറ്റ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഈ അവസരങ്ങളൊന്നും തിരയാൻ നിൽക്കില്ല നമ്മൾ. അയ്യോ മാർക്കറ്റ് മോശമാണ്, പ്രളയം വന്നു, അല്ലെങ്കിൽ അവിടെ ചൂടുകാലം വന്നു. ചൂടില്ലാത്ത സ്ഥലമുണ്ടേ, മഴ പെയ്യാത്ത സ്ഥലമുണ്ട്, അവിടേക്ക് നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ യു ഹാവ് ടു ഓപ്പൺ യുവർ മൈൻഡ്. ഫ്ലോയുടെ കൂടെ അല്ല പോകേണ്ടത്, നമ്മളുടെ മിഷൻ്റെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ആൻഡ് സ്ട്രാറ്റജി നമ്പർ 4, കൺസിസ്റ്റൻറ്റ് സെയിൽസ് ആക്ടിവിറ്റി. നമ്പർ 4 എന്താണ്? കൺസിസ്റ്റൻറ്റ് സെയിൽസ് ആക്ടിവിറ്റി. പല സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാരും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കോച്ചോ അല്ലെങ്കിൽ ഗൈഡോ ഒരു ട്രെയിനിങ് ഒക്കെ കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് അവർ കുറേ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കിയിട്ട് പ്ലാൻ ചെയ്യും. എന്നിട്ട് ആ സ്ട്രാറ്റജിയുടെയും പ്ലാനിങ്ങിൻ്റെയും പുറകെ കുറച്ചു കാലം ഓടും. പിന്നെ അവരെന്ത് ചെയ്യില്ല, അതിൻ്റെ പുറകെ ഓടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ട്രാറ്റജി ആണെങ്കിലും ശരി, ഗോളിനെ ആണെങ്കിലും ശരി, ഒരു ഡെയിലി ടാർഗറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ടാർഗറ്റുകൾ നമ്മളൊരു ഡെയിലി ഗോളാക്കി മാറ്റും, ഒരു ഡെയിലി ടാസ്ക്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സെയിൽസിൻ്റെ ടാർഗറ്റ് കിട്ടാൻ വേണ്ടി ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? എത്ര കസ്റ്റമർ വിളിക്കണം, എത്ര സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടണം, എത്ര ഫോട്ടോ എടുക്കണം, എത്ര ഇൻസ്റ്റഗ്രാം വീഡിയോ ഉണ്ടാക്കണം, എത്ര പീപ്പിളിനെ മീറ്റ് ചെയ്യണം, B2Bയിലാണെങ്കിൽ എത്ര ആളുകളെ മീറ്റ് ചെയ്യണം, എത്ര ബിസിനസ് മീറ്റിംഗ് ചെയ്യണം. ഇങ്ങനെ ഡെയിലി ടാസ്കുകളായിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ടാക്കി. എന്നിട്ട് നമ്മളും നമ്മുടെ ടീം അംഗങ്ങളും ഈ ആക്ടിവിറ്റി ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് ദിവസത്തെ ഡെയിലി ടാർഗറ്റുകളായിട്ട് ചെയ്യാം. നമ്മളുടെ ഗോളിലേക്ക് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്യാം. ഇതാണ് സെയിൽ കൂട്ടാനുള്ള ഒരു വേ ഓഫ് സ്ട്രാറ്റജി. വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി ഇപ്പോൾ കിട്ടുന്ന സെയിൽസിൻ്റെ 30-40% ഇൻക്രീസ് 24-25 എന്ന് പറയുന്ന ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. സോ താങ്ക് യു സോ മച്ച്. ഇത്തരത്തിലുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ
ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതെന്ന് ഞാൻ പറയുന്നത്. ഇതൊരു കൺവെൻഷണൽ ടോക്കാണ്. ബട്ട് ഈ വീഡിയോ നിങ്ങൾ ഏറ്റവും അടുത്ത ബിസിനസ് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെട്ടു, നിങ്ങളുടെ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ അവിടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടുതലായിട്ട് ബിസിനസ്സിനെ കുറിച്ച് ലേൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഞങ്ങളുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന മെൻറ്ററിങ് പ്രോഗ്രാം ഉണ്ട്. ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരെ നെക്സ്റ്റ് ലെവലിലേക്ക് ബിസിനസ്സിനെ എത്തിക്കാൻ സഹായിക്കുന്ന മെൻറ്ററിങ് പ്രോഗ്രാം. ചാണക്യ ബിസിനസ് കോച്ചിങ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് 1 വർഷം കൂടെ നിന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ള ബിസിനസ്സിനെ 10 ഇരട്ടി ഗ്രോത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കേണ്ടതിൻ്റെ ലക്ഷ്യം. ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാമാണ്. സോ കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി. ദിസ് ഈസ് മീ ഖസാഖ് ബെഞ്ചാലി. വൺസ് അഗൈൻ താങ്ക് യു.